ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ 40 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ ഡേ 36ലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നിങ്ങൾ ഇന്നത്തെ ടൈം ടേബിൾ ആണെന്ന് നിങ്ങൾ എല്ലാവരും ഞെട്ടിയിട്ടുണ്ടാവും. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അതിൽ ടൈം ടേബിൾ എഴുതിയിട്ടില്ല. അതേ നമുക്ക് ഞാൻ നമ്മുടെ മുന്നിൽ ഒരു 5 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി പുതുതായിട്ട് പഠിക്കാനുള്ള സമയമില്ല. നമുക്ക് ഇനി ഈ 5 ദിവസം കൊണ്ട് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് പഠിക്കാന്നുള്ളതാണ്. അതായത് നമ്മുടെ മനസ്സിൽ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഈ 5 ദിവസം മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് മാത്സ്, ഇംഗ്ലീഷും മലയാളം, അതുപോലെ കറണ്ട് അഫയേഴ്സും നമ്മൾ പഠിച്ചത് വീണ്ടും ഒന്നുകൂടി റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ കൺസെപ്റ്റ് ഒക്കെ നമ്മുടെ മനസ്സിൽ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുക. അതുകൂടാണ്ട് നമുക്ക് പൊതുജ്ഞാന ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത് നമ്മുടെ PYQകൾ ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് ഇന്ന് മെയിൻ ആയിട്ട് ചെയ്യാനുള്ള PYQ എന്ന് വെച്ചാൽ 2024 39/2024 ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ 154/2023 ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ റിവിഷനിൽ നമുക്ക് ഇനി നോക്കാനുള്ളത് IT ആണ്. IT സിമ്പിൾ ആയിട്ട് നമുക്ക് കവർ ചെയ്യാവുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ IT നിങ്ങൾ നോക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനായിട്ട് നമുക്കൊരു മെത്തേഡ് ഉണ്ട്. അത് 2 ബുക്ക് എടുക്കുക. ഒന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനും അതുപോലെ മറ്റൊരു ബുക്ക് നമ്മുടെ മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാനായിട്ടാണ്. അപ്പൊ ആ മിസ്റ്റേക്ക് ബുക്ക് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് തെറ്റുന്ന ചോദ്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കുക, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ ആ ഒരു ചോദ്യം നമുക്ക് ഒരിക്കലും തെറ്റാൻ പാടില്ല. അപ്പൊ അതിനാണ് നമ്മൾ മിസ്റ്റേക്ക് ബുക്ക് പഠിക്കുക. അപ്പൊ നമുക്ക് അവസാന ദിവസങ്ങളിൽ നമുക്ക് മിസ്റ്റേക്ക് ബുക്കുകൾ മാത്രം നമുക്ക് മറിച്ച് നോക്കിയാൽ മതിയാവും. അപ്പൊ നമുക്ക് ഇതാ അപ്പൊ നമുക്ക് ഇന്ന് ഇത്ര ഉള്ളൂ നോക്കാനായിട്ട്. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പരമാവധി കൂടുതൽ ചെയ്യുക. ഈ തരുന്നല്ലാണ്ട് കൂടുതൽ സമയമുള്ളവർ അധികം കൂടുതൽ ചെയ്യുക. അപ്പൊ നമുക്ക് നമുക്കൊരു അപ്പർ ഹാൻഡ് ആവും. എക്സാമിൽ നമുക്ക് അത്രയായിട്ട് എക്സ്പീരിയൻസും ആവും. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കാം. അപ്പൊ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.